ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ഷോപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ എന്താ പറയുക, പ്ലാൻ ചെയ്തിട്ടൊന്നും ഇങ്ങനെ ഷോപ്പിംഗ് വന്നതല്ല കേട്ടോ. ജസ്റ്റ് ഞങ്ങൾക്കൊരു വിരുന്നുണ്ട്. അപ്പോൾ വിരുന്നിന് പോകാനായിട്ട് ഒരുപോലത്തെ ഡ്രസ്സ് ഞങ്ങൾ മിക്കപ്പോഴും ഒരുപോലത്തെ ഡ്രസ്സാണ് കേട്ടോ എടുക്കുക. അതായത് ചുരിദാർ മെറ്റീരിയൽ എടുക്കും. ചിലപ്പം സെയിം പ്രിൻ്റ് ആയിരിക്കും, ചിലപ്പോൾ സെയിം കളറായിരിക്കും. അപ്പം ഞങ്ങളങ്ങനെ ട്വിന്നിങ് ആയിട്ട് പെയർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും അഖിലേട്ടനും പിന്നെ അപ്പൂട്ടനും കൂടിയിട്ട് ഇങ്ങനെ ഷോപ്പിലേക്ക് വരാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് പ്ലാൻ ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാനും അതിനായിട്ട് ലേറ്റ് ആയിട്ടോ, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതലേ ഉള്ള വീഡിയോ എടുക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ആ ഷോപ്പിൽ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾ നോക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചേട്ടനൊരു ഷർട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഷർട്ടിൻ്റെ സെക്ഷനിലോട്ട് പോയി. അപ്പോൾ ഞങ്ങളിങ്ങനെ ചുരിദാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. മെറ്റീരിയലാണ് എടുക്കാനായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടം. കാരണം മെറ്റീരിയൽ ആകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നല്ല ഷേപ്പിൽ നമ്മുടെ ഇഷ്ടാനുസരണം തയ്ച്ചെടുക്കാം. അപ്പോൾ അതുകൊണ്ട് കൂടുതലും എനിക്കും അമ്മയ്ക്കും മെറ്റീരിയൽ എടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, വെറൈറ്റി കളക്ഷൻസും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിലും ഒരുപാട് കളർ വേരിയൻസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതെടുക്കണം എന്ന് ഞങ്ങൾക്ക് കൺഫ്യൂഷനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും കൂടി ഞാൻ അമ്മയ്ക്കുള്ളത് നോക്കും, അമ്മ എനിക്കുള്ളത് നോക്കും കേട്ടോ. അപ്പോൾ മിക്ക ഡ്രസ്സുകളും ഞാനാണ് അമ്മയ്ക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ എൻ്റെ സെലക്ഷൻ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ യെല്ലോ വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ വാശി പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു യെല്ലോ നിങ്ങൾക്ക് ചേരില്ല, പക്ഷെ അതിന് പകരം നല്ല കളേഴ്സ് അവിടെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നോക്കി എടുക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും ഇങ്ങനെ നോക്കി 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 നമുക്ക് ഇഷ്ടമായിട്ടുള്ളത് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അവസാനം നമുക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടി. പക്ഷേ ഈ ഒരു ഇഷ്ടപ്പെട്ടത് എനിക്കും ഉണ്ട് അമ്മയ്ക്കും ഉണ്ട്. അപ്പോൾ ആ കളർ തന്നെ വീണ്ടും എടുക്കണമെന്നുള്ള കൺഫ്യൂഷനിലായിട്ടോ ഞങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ അത് എടുക്കേണ്ട, നമുക്ക് വേറെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് നോക്കി. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. കൂടാതെ എല്ലാ കളേഴ്സും വെച്ച് നോക്കുമ്പോൾ അമ്മയ്ക്ക് അത് ചേരുന്നുമുണ്ട്. പിന്നെ ഇത് ഞങ്ങൾ അങ്ങനെ ചുരിദാർ മെറ്റീരിയലൊക്കെ നോക്കി പിന്നെ നൈറ്റി സെക്ഷനിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് നൈറ്റി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നൈറ്റിയുടെ തുണികളാണ്, നൈറ്റിയുടെ മെറ്റീരിയൽസ് ആണ് കേട്ടോ. അപ്പോൾ അതേപോലെ ഞങ്ങൾ ചുരിദാർ മെറ്റീരിയൽ എടുത്ത് തയ്ക്കുന്നത് പോലെ തന്നെ അമ്മയ്ക്ക് നൈറ്റി മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് തയ്ക്കാനാണ് കേട്ടോ ഇഷ്ടം. അവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസും പ്രിൻറ്റിലും ഒരുപാട് നൈറ്റികൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു മെറൂൺ കളറിലുള്ള നൈറ്റി എടുത്തു കേട്ടോ. എന്നിട്ടും ആൾ കുറേ കളക്ഷൻസ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അതൊക്കെ ഞങ്ങൾ നോക്കി ലാസ്റ്റ് ഞങ്ങൾ ബില്ല് ചെയ്യാൻ നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ചുരിദാറും അതുപോലെ തന്നെ നൈറ്റിയും എല്ലാം എടുത്തിട്ടുണ്ട്. എനിക്കും അമ്മയ്ക്കും എല്ലാവർക്കും എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ ചെയ്ത് അങ്ങനെ വീട്ടിൽ പോകാൻ നിൽക്കുവാണ് കേട്ടോ. പെട്ടെന്നാണ് ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഞങ്ങൾക്കൊരു ഐഡിയ തോന്നിയത്, എന്തായാലും നമ്മൾ ഇവിടം വരെ വന്നതല്ലേ, എന്നാലും നമുക്ക് വൈകിട്ടത്തേക്ക് ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് ഒരു ഐഡിയ വന്നു കേട്ടോ. അങ്ങനെ ഞാനും ചേട്ടനും കൂടിയിട്ട് ചേട്ടൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ ആയിട്ട് ഒരു ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നു, റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ ഫുഡൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇവർക്കും കൂടിയിട്ട് അത് ടേസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളായൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയും ഈ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. അപ്പോൾ ഇതാ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ, ഇവിടുത്തെ നല്ല ആംബിയൻസ് ആണ്, നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ പുറത്തൊക്കെ കാറ്റൊക്കെ കൊണ്ട് നല്ല രീതിക്ക് നമുക്ക് സംസാരിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്ലേസ് ചൂസ് ചെയ്തത് കേട്ടോ. മെയിനായിട്ടും നമ്മൾ ആംബിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ടും പിന്നെ ഫുഡിനും അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെയുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവിടെ ഇരുന്നു, നമുക്ക് പുറത്തിങ്ങനെ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞു. പുറത്തിരുന്നിട്ട് നമ്മൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചേട്ടനും അപ്പൂട്ടനും അമ്മയും ഒക്കെ കൂടിയിട്ട് ഞാനും നമുക്കിഷ്ടമുള്ള ഫുഡുകളൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് മെനു നോക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളെപ്പോഴും പോകുമ്പോൾ സ്ഥിരം കാണുന്ന ചേച്ചി വന്നു. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. അങ്ങനെ അവരോട് സംസാരിച്ചു. അവർക്ക് ഹിന്ദി മാത്രമേ സംസാരിക്കാൻ അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. വെജ് സാൻഡ്വിച്ച്,
അതായത് മഷ്റൂമും പിന്നെ പെരി പെരി സാൻഡ്വിച്ച്, റൈസ്, അതുപോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കോഫി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ദാ വന്നു. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ആ ചേച്ചി സ്നേഹത്തോടെ വിളമ്പാന്ന് പറയില്ലേ, എപ്പോഴും ആ ചേച്ചി ഭയങ്കരമായിട്ട് ചിരിക്കും കേട്ടോ. നമ്മൾ അറിയാം, കണ്ടുപരിചയമുണ്ട്. പിന്നെ ഇങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ സെർവ് ചെയ്ത് തരുമ്പോൾ ജസ്റ്റ് ഒന്ന് സംസാരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. അതാണ് പുള്ളിക്കാരിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ താങ്ക് യു ഒക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇതാ കോഫിയൊക്കെ കുടിച്ചു. അവിടെ തന്നെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും അമ്മയും ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു എന്തായാലും. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബില്ലാവും. നമ്മൾ വിചാരിക്കാണ്ട് കയറുമ്പോഴും വിചാരിച്ചിട്ട് കയറുമ്പോഴൊക്കെ ബില്ലൊക്കെ സെയിം തന്നെയാണ് കേട്ടോ ഏത് നേരം. അപ്പോൾ അങ്ങനെ കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അമ്മ അങ്ങനെ വെജിറ്റബിൾസൊക്കെ നോക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ബ്രദറിന് നെസ്കഫേ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവനക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവൻ എടുത്തിട്ടുണ്ട്. എനിക്ക് വേണ്ടത് ഞാനും എടുത്തിട്ടുണ്ട്. അമ്മയ്ക്ക് വേണ്ടത് അമ്മ എടുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഞങ്ങൾ ബില്ലൊക്കെ ചെയ്തു വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്